ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ആധാറും ഉൾപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. 12ാം രേഖയായി ആധാർ ഉൾപ്പെടുത്തണമെന്നാണ് ഉത്തരവ്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ആധാർ കാർഡിന്റെ ആധികാരികത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാമെന്നും കോടതി പറഞ്ഞു. ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വീണ്ടും തിരിച്ചടിയുണ്ടായിരിക്കുന്നു സുപ്രീംകോടതിയിൽ. എന്താണ് കോടതിയുടെ നിരീക്ഷണം? ധന്യ, ആധാർ കാർഡ് ഒരു ഔദ്യോഗിക രേഖയായി വോട്ടർ തീവ്ര പരിശോധനയിൽ കാർഡിന്റെ പരിശോധനയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ആധാർ പരിശോധിക്കുന്നില്ല എന്ന് ഈ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇവർ സൂചിപ്പിച്ചിരുന്നത്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ചിരുന്നത് അതൊരിക്കലും ഒരു പൌരത്വ രേഖയായി കാണാനാവില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും പൌരത്വ രേഖയായി നിങ്ങൾ കാണണ്ട, പക്ഷേ എങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഒരു രേഖയായി, അതൊരു വിലാസം, മേൽവിലാസം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാനുള്ള ഒരു രേഖയായി ആധാർ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നേരത്തെ 11 രേഖകളായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി ബീഹാറിൽ SIR നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. അതിൽ ആധാർ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ, RJDയും കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയിൽ വരികയും അവർ കൃത്യമായി വാദിക്കുകയും ചെയ്തിരുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ മേൽവിലാസം കൃത്യമായി രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ആധാർ എല്ലാ രേഖകളിലും ഉപയോഗിക്കുന്നുണ്ട്. റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ളവ വാങ്ങാനും വീട്ടു നമ്പറുകൾ എടുക്കാനും എല്ലാം ചെയ്യുന്നത് അടിസ്ഥാനപരമായ രേഖ ആധാറാണ്. അതുകൊണ്ട് ആധാർ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ആധാർ ഔദ്യോഗികമായ രേഖയായി പരിഗണിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള 11 രേഖകൾ സംഘടിപ്പിക്കുന്നത് വളരെയധികം പ്രായോഗികമായ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതുകൊണ്ട് ഒരു കോടിയിലധികം ജനങ്ങൾ, വോട്ടർമാർ ഈ ആധാർ ഉപയോഗിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ അത് പുറത്താകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതിയെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടുകൂടിയാണ് ആധാർ ഔദ്യോഗിക രേഖയായി പരിഗണിക്കാൻ സുപ്രീം കോടതി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കേസിന്റെ അവസാന ഘട്ടത്തിൽ RJD ഒരു പ്രത്യേക അപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഈ SIRൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള സമയം സെപ്റ്റംബർ 1 ആയിരുന്നു. ആ തീയതി നീട്ടി നൽകണം എന്നുള്ളതായിരുന്നു. ആ തീയതി ഇത് നീട്ടി നൽകാനാവില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഭാഗത്ത് തിരിച്ചടി നൽകുകയും അതേസമയം RJD ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതിരിക്കുകയുമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ശരി, ധനസുബോധ്.